നമസ്കാരം. ഇന്ന് കേട്ടൊരു ദുഃഖകരമായൊരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. എല്ലാവരും അറിഞ്ഞു കാണുമല്ലേ? റെയിൽവേ പാളത്തിൽ ഒരു വീട്ടമ്മയും 2 പെൺകുട്ടികളും കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നിട്ടാണ് ഈ ആത്മഹത്യ എന്നാണ് നിഗമനം വന്നിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയങ്ങളിൽ അറിയാൻ കഴിയുന്നത് കുടുംബനാഥനുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് സാമ്പത്തിക പ്രതിസന്ധിയും ഇവരെ പിടിമുറുക്കിയിരുന്നു എന്നാണ്. 3 മക്കളാണ് ഇവർക്കുണ്ടായിരുന്നത്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും. ആൺകുട്ടി എറണാകുളത്ത് നിന്ന് പഠിക്കുന്നു. പെൺകുട്ടികൾ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഡിവോഴ്സ് സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രയാസമായിട്ട് തോന്നുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി. സാമ്പത്തിക പ്രതിസന്ധി മൂലം അനേകം ആളുകൾ ജീവനൊടുക്കുന്നതായിട്ടും കൊല്ലുന്നതായിട്ടും ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നതായിട്ടും കാണുന്നു. ചെയ്യാൻ അറിയാവുന്ന ഒരു തൊഴിൽ കയ്യിലുണ്ട്. നേഴ്സിംഗ് ആയിരുന്നു ആ വീട്ടമ്മ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗ്യാപ്പ് വന്നതുകൊണ്ട് ആരും ഹോസ്പിറ്റലിൽ ജോലി കൊടുക്കുന്നില്ല. എന്തൊരു സമൂഹമാണല്ലേ! ഒരു ജോലി എടുത്ത് ജീവിക്കാമെന്ന് വിചാരിച്ചാലും ജോലി കൊടുക്കാത്തൊരു സമൂഹത്തിൽ മരണത്തിന് ശേഷം അനേകം ആളുകൾ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് കാണുന്നുണ്ട്. എന്നാൽ ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെ മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ തയ്യാറാവുക, ചുറ്റുമുള്ള മനുഷ്യരിലേക്കൊന്ന് കണ്ണോടിക്കുക. എല്ലാവർക്കും കഴിയട്ടെ.